ഇനി നമ്മൾ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ നമുക്കറിയാം ഇപ്പോൾ കൊല്ലം ജില്ല പോലുള്ള കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലമാണ്. അതുപോലെ തന്നെ കായൽ ടൂറിസം, പിന്നെ ഇഷ്ടിക നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വ്യവസായ കേന്ദ്രങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഇക്കോ ടൂറിസത്തിൻ്റെയൊക്കെ വലിയ സാധ്യതകളുള്ള പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ തെന്മല പോലുള്ള സ്ഥലങ്ങൾ ഇവിടെ എല്ലാം ഉണ്ടെങ്കിൽ പോലും കൊല്ലം ജില്ലയിൽ വികസനം എത്തിയിട്ടില്ല എന്നുള്ള വ്യാപകമായ പരാതികളും വരുന്നുണ്ട്. പുതിയ ദൗത്യം ഏറ്റെടുക്കുന്ന ചാത്തന്നൂരിൻ്റെ MLA ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു വിഷൻ എന്താണ് അവിടുത്തെ ഒരു പുരോഗതിയുമായി ബന്ധപ്പെട്ട്? ഒരു യാഥാർത്ഥ്യമാണ്. കാര്യം അടിസ്ഥാനപരമായി കയർ, കശുവണ്ടി, കൈത്തറി 3 വ്യവസായങ്ങളുടെ ഈറ്റില്ലമായിരുന്നു കൊല്ലം. മുമ്പൊരു പറച്ചിലുണ്ടായിരുന്നു, കൊല്ലം കണ്ടവനെല്ലാം വേണ്ട. അതെ അതെ. കാര്യം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഒരുപക്ഷെ ആ ഒരു പഴഞ്ചൊൽ വന്നിട്ടുള്ളത്. പക്ഷേ കൊല്ലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ മേഖലയിലെല്ലാം പിന്നോട്ട് പോയി. അവിടുത്തെ കയറ്, കശുവണ്ടി, കൈത്തറി ഈ മേഖല ഏതാണ്ട് ഒരു 80% നിശ്ചലാവസ്ഥയിലാണ്. ടൂറിസത്തിന് ഒരുപാട് സാധ്യതയുണ്ട്. തെന്മലയിലും ചാത്തന്നൂരടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി മാറട്ടെ. ചാത്തന്നൂരിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം കണ്ടൽക്കാടുകളുള്ളത് ചാത്തന്നൂർ മേഖലയാണ്. അതായത് പരവൂർ തെക്കുംഭാഗം മുതൽ ഏതാണ്ട് ഇരവിപുരത്തിൻ്റെ അതിർത്തി പിന്നിടുന്നത് വരെ കടലും കായലും ഒരുമിച്ച് കിടക്കുന്ന മനോഹരമായ പ്രദേശം. ടൂറിസത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ അവധി ദിവസങ്ങളിൽ വന്നു പോകുന്നൊരു സ്ഥലമാണ്. ഏറ്റവും അധികം കണ്ടൽക്കാടുള്ള സ്ഥലം ചിറക്കട പഞ്ചായത്തിൻ്റെ ഭാഗം, പരവൂർ മുനിസിപ്പാലിറ്റിയുടെ ഭാഗം അടക്കം അത് ടൂറിസ്റ്റുകളെ വലുതായിട്ട് ആകർഷിക്കുന്നുണ്ട്. ഇപ്പോൾ മൺട്രോത്തുരുത്ത് ഒക്കെ പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വരുന്ന പ്രദേശമായി ചാത്തന്നൂർ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസത്തിന് കൊല്ലം ജില്ലയ്ക്കുള്ള പ്രാധാന്യം പോലെ തന്നെ ചാത്തന്നൂരിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ അടിസ്ഥാനപരമായി തൊഴിൽ മേഖല, വ്യവസായ മേഖല ഇതെല്ലാം ഉണ്ട് കൊല്ലത്തെ സംബന്ധിച്ച് നിൽക്കുക. അപ്പോൾ ഇതെല്ലാം പൊതുവായ രീതിയിൽ കേരള നിയമസഭയിൽ ഉന്നയിക്കപ്പെടും. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് കേന്ദ്ര സംസ്ഥാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള, നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ഒരു ഇടപെടൽ ഒരു ജനപ്രതി എന്ന രീതിയിൽ നമ്മൾ ചാത്തന്നൂർ മണ്ഡലത്തിൻ്റെ മാത്രമല്ല ജില്ലയുടെ തന്നെ ഒരു ബഹുമുഖമായിട്ടുള്ളൊരു ഇടപെടൽ തങ്ങളുടെ ഭാഗത്ത്. അതെ, ടൂറിസത്തെക്കുറിച്ചും മറ്റ് കയർ, കശുവണ്ടി, കൈത്തറി ഇത് ചാത്തന്നൂർ മാത്രമല്ലല്ലോ ഉള്ളത്. അതെ അതെ. അവിടെ കയർ, കശുവണ്ടി, കൈത്തറി ഇടപെടുമ്പോൾ ചാത്തന്നൂർ മാത്രമല്ല കൊല്ലം ജില്ല മുഴുവനുണ്ട്. ഏറ്റവും അധികം കശുവണ്ടി തൊഴിലാളിയുള്ള ജില്ലയല്ലേ കൊല്ലം. സ്വാഭാവികമായും നിയമസഭയിൽ പറയുമ്പോൾ മൊത്തത്തിലല്ലേ പറയുന്നത്. ചാത്തന്നൂർ പറയുന്നതോടൊപ്പം തന്നെ അത് ബാധിക്കുന്നത് മറ്റുള്ളവരെയും കൂടിയാണ്. അപ്പോൾ അവർക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായും ഒരു നിയമസഭാംഗം എന്ന രീതിയിൽ നിയമസഭയിൽ ഉന്നയിക്കപ്പെടും. അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും നടത്തും. നിയമസഭയിൽ 3 അംഗങ്ങളെ ഉള്ളൂവെങ്കിൽ പോലും ശക്തമായ ഒരു പ്രതിപക്ഷ സ്വരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു MLA ആയി നിയമസഭയിൽ എത്തുമ്പോൾ തന്നെ. മാത്രമല്ല പരിണിതപ്രജ്ഞനായിട്ടുള്ള മറ്റൊരാൾ കൂടിയുണ്ട്, വി മുരളീധരൻ, കഴക്കൂട്ടത്ത് നിന്ന് വന്നിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇരുന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഈ മൂവർ സംഘത്തിൻ്റെ ഒരു വലിയ ദൗത്യം എന്തായിരിക്കും? ഒരു പ്രതിപക്ഷ സ്വരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നിരയിൽ നിന്നുള്ളൊരു ദൗത്യം എന്തായിരിക്കും? കേരളത്തിൻ്റെ പൊതു ആവശ്യങ്ങൾ കേരള നിയമസഭയിൽ ഉന്നയിക്കപ്പെടും. ഈ 2 മുന്നണിയും ദേശീയാടിസ്ഥാനത്തിൽ ഒന്നാണല്ലോ. കേരളത്തിൽ വരുമ്പോഴല്ലേ ഇവർക്ക് വ്യത്യാസമുള്ളൂ. ഈ 2 മുന്നണിയും കാലാകാലങ്ങളായി സംസ്ഥാനം ഭരിച്ചു ഈ അവസ്ഥയിലാക്കി മാറ്റി. ഏറ്റവും വലിയ സാമ്പത്തിക കെണിയിലാണല്ലോ നിൽക്കുന്നത്. അതടക്കം ഈ 2 മുന്നണിയുടെയും കപടമുഖം എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും വികസന കാര്യങ്ങളിലുള്ള കാഴ്ചപ്പാട് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ വികസനപരമായ കാര്യങ്ങളും നമ്മുടെ സംസ്ഥാനത്തും നടപ്പിലാക്കാനുള്ള ഒരു ശബ്ദമായി, ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് അവിടെ ഒരു കാര്യമുണ്ട്. 137 പേർ ഒരിടത്തും, 3 പേർ ഒരിടത്തുമാണ്. അത് മുമ്പ് ചില സോളാർ സമരവുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള സമരം, ബാർക്കോഴയുമായി ബന്ധപ്പെട്ട സമരങ്ങളിലേക്ക് ഇടതുപക്ഷവുമായി BJP കൈകോർത്തുകൊണ്ട് സമരം ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നായിട്ടല്ല, പക്ഷേ ഒരേ സ്വരമായിരുന്നു. അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ചേർന്നുകൊണ്ടുള്ള സമരമുഖത്വം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമായി. ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പോടുകൂടി. ഞങ്ങൾക്ക് ജനകീയ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടാൻ ഇടതുപക്ഷവുമായി ചേർന്ന് സമരം നടത്തേണ്ട യാതൊരു കാര്യമില്ല. വലിയ ബഹുജന അടിത്തറ
ഇന്ന് BJP കേരളത്തിലുണ്ട്. ഉം. അപ്പോൾ ആ ബഹുജന അടിത്തറയിൽ നിന്നുകൊണ്ട് ഏത് ജനകീയ സമരവും നടത്താൻ ആവശ്യമായ സംഘടനാശേഷി ഇന്ന് കേരളത്തിൽ BJPക്കുണ്ട്. ഈ അവസാന കാലഘട്ടത്തിലാണ് 2020 പോലുള്ളൊക്കെ പ്രസ്ഥാനങ്ങൾ പിന്നെ ഈ പറയുന്ന NDAയുടെ ഭാഗമായി വരുന്നത്. അത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടെങ്കിൽ ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? NDAയുടെ എല്ലാ ഘടകകക്ഷികളും ഒരേ മനസ്സോടുകൂടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഘടകകക്ഷിയെയും കുറിച്ച് കുറ്റം പറയാൻ BJP തയ്യാറല്ല. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് BJPയുടെ നയം. അതുകൊണ്ട് തന്നെ 2020 വന്നതിൻ്റെ ഗുണമുണ്ട്. സംഘടനാപരമായ കാര്യങ്ങൾ വീഴ്ചകളൊക്കെ പലയിടത്തും ഉണ്ടാവും, അത് വേറെ വിഷയം. പക്ഷേ എല്ലാ ഘടകകക്ഷികളെയും യോജിപ്പിച്ച് നിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് 2020യുടെ കാര്യത്തിലായാലും ഏത് ഘടകകക്ഷിയുടെ കാര്യത്തിലായാലും ഞങ്ങൾ അവരും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. നല്ല രീതിയിലുള്ള ജനാധിപത്യപരമായ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താറുണ്ട്. എല്ലാ ഘടകകക്ഷികളും പറയുന്ന അഭിപ്രായം ഉൾക്കൊള്ളേണ്ടതെല്ലാം ഉൾക്കൊണ്ട് തന്നെയാണ് NDA സഖ്യം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു സ്ഥിരത കൈവരിക്കാത്ത കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ജാനുവിനെ പോലുള്ളവർ മുന്നണി വിട്ടുപോയി. അതുപോലെ തന്നെ ചില വ്യക്തിപ്രഭാവം കൊണ്ട് അവർ വന്നവരുണ്ട്. ഉദാഹരണത്തിന് ചില സിനിമാ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളവർ, ഭീമൻ രഘുവിനെ പോലുള്ളവർ, രാജസേനനെ പോലുള്ളവർ, അൽഫോൺസ് കണ്ണന്താനത്തെ പോലുള്ളവർ, ഇവരൊന്നും തന്നെ സ്ഥിരമായി ഈ പറയുന്ന BJP രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നില്ല. വരുന്നു, ആ ഒരു പ്രഭാവത്തിൽ മത്സരിക്കുന്നു, അവിടെ കളം വിട്ടൊഴിഞ്ഞു പോകുന്നു. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, അൽഫോൺസ് കണ്ണന്താനം ഇപ്പോഴും BJP തന്നെ ഉണ്ട്. BJPയിലുണ്ടെങ്കിൽ അദ്ദേഹം സജീവമല്ല. അദ്ദേഹം മന്ത്രിസ്ഥാനമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ്. ജേക്കബ് തോമസ് ഒക്കെ രാഷ്ട്രീയവുമായി വളരെ ബന്ധപ്പെട്ടില്ലെങ്കിൽ പോലും ചില പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെയൊക്കെ കാണുന്നത് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും? അവർക്ക് നിർണായകമായ സ്ഥാനമാനങ്ങൾ കൊടുത്ത് അവരെ എന്തുകൊണ്ട് കൂടുതൽ സജീവമാക്കുന്നില്ല എന്നുള്ളതാണ്. അത് സെൻകുമാർ അടക്കമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് ഒരു വ്യക്തിക്ക് വ്യക്തിപരമായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ സംഘടന ഒരു വ്യക്തി അധിഷ്ഠിത സംഘടനയല്ല, ആശയപരമായ അടിസ്ഥാനത്തിൽ പോകുന്നൊരു സംഘടനയാണ്. അപ്പോൾ ആശയപരമായ അടിസ്ഥാനത്തിൽ പോകുമ്പോൾ അവർ ഈ ആശയം വിയോജിക്കുന്നുള്ളല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ആശയ അടിസ്ഥാനത്തിൽ പോകുമ്പോൾ വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഒരിക്കലും നോക്കാറില്ല. ഭീമൻ രഘുവിന് മത്സരിക്കാൻ അവസരം കൊടുത്ത പാർട്ടിയല്ലേ ഇത്? അതെ. ശ്രീ രാജസേനന് മത്സരിക്കാൻ അവസരം കൊടുത്ത പാർട്ടിയല്ലേ? ശ്രീ ജേക്കബ് തോമസ് സാറ് ഇപ്പോഴും സംഘപരിവാർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട എല്ലാ സാമൂഹ്യ പ്രവർത്തനവും അദ്ദേഹം നടത്തുന്നുണ്ട്. ശ്രീശാന്തിൻ്റെ കാര്യം ഉൾപ്പെടെ അത് ഞാൻ മറന്നുപോയി. അത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്നു. പിന്നീട് അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കഴിയുമ്പോൾ അവർ പോകുന്നു. ഇപ്പോൾ CPM സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് ചവറയിൽ മത്സരിച്ച സുജിത് വിജയൻപിള്ള തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന് പിറ്റേന്ന് പറഞ്ഞ് ഞാൻ പൊതുപ്രവർത്തനം അവസാനിക്കുന്നു. അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം. അങ്ങനെ CPM സ്ഥാനാർത്ഥിയായി നിന്നവർ എത്രയോ പേർ പിന്നീട് അവസാനിപ്പിച്ചില്ല. അതുകൊണ്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുമോ? അതാണ് BJP എന്ന് പറയുമ്പോൾ രണ്ടും ഒന്നായി മാറില്ല. അല്ല, അതിലേ ഞാൻ പറഞ്ഞ വ്യക്തിയെക്കുറിച്ചാണ്. അതൊരു വ്യക്തി എടുക്കുന്ന തീരുമാനമാണ്. ഞാനിപ്പോൾ BJP സജീവമാകുന്നു, കുറച്ച് കഴിഞ്ഞാൽ ശരി ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനം, അതൊക്കെ അവരുടെ വ്യക്തിപരമായ, അതൊരിക്കലും BJPയുടെ ആശയപരമായിട്ടുള്ള വിയോജിപ്പ് അല്ല. ഇപ്പോൾ BJPയുടെ ഒരു സ്ലോഗൻ തന്നെ മാറാത്തത് മാറും എന്നുള്ള ആ ഒരു വശമാണ്, വികസിത കേരളം ഒക്കെയാണ്. പക്ഷെ നമ്മുടെ വികസനത്തിന് അടിസ്ഥാനപരമായി വേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളും കാര്യങ്ങളുമൊക്കെ. പക്ഷേ ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു പ്രതീതി ലോകമെമ്പാടും അത് ബാധിച്ചിട്ടുണ്ട്. ഒരു റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ക്രമാതീതമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഉയർന്നു തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ മറ്റു മേഖലകളിലൊക്കെ ഇത് സാരമായി ബാധിക്കില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഗ്യാസിൻ്റെ വില ഇത്രയും കൂടി നിൽക്കുന്നത്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയർന്നു നിൽക്കുന്നത്? അതിനൊരു പോംവഴി കണ്ടെത്താൻ എന്തുകൊണ്ട് ഇതുവരെ 10 വർഷം ഭരിച്ചിട്ടും 15ാമത്തെ വർഷം ആണെങ്കിൽ പോലും എന്തുകൊണ്ട് BJP സർക്കാരിന് കഴിയില്ല? ചോദ്യത്തിന് ഉത്തരവുണ്ട്. ലോകം ഒരു വലിയ യുദ്ധം. അതിപ്പോൾ മുമ്പുള്ള കാര്യം അല്ല, ഞാനേ BPL കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്ത ഭാരതത്തിലെ ഏക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇപ്പോഴും അത് കൊടുക്കുന്നുണ്ട്. ഈ പ്രതിസന്ധികളെല്ലാം നിൽക്കുമ്പോഴും ഇപ്പോൾ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയിൽ നിന്ന് 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുക. സാധാരണ സാമ്പത്തിക വിദഗ്ധന്മാർ പറയാറുണ്ട്, ജനക്ഷേമ പദ്ധതികളും സാമ്പത്തിക നിലയും ഒരേപോലെ പോകില്ല എന്ന്. ജനക്ഷേമ പദ്ധതികളും സാമ്പത്തിക ഭദ്രതയും ഒരേപോലെ കൊണ്ടുപോയ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏക ഭരണമാണ് കഴിഞ്ഞ 11 വർഷക്കാലം നമ്മൾ ഓട്ടത്. എണ്ണിയാലൊടുങ്ങാത്ത ജനക്ഷേമ പദ്ധതികൾ, ഒപ്പം
എല്ലാ ഭീഷണിയും നിലനിൽക്കുമ്പോഴും സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച നിലനിർത്തിക്കൊണ്ടുപോയ ഒരു രാജ്യം, കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പോലും സാമ്പത്തിക സ്ഥിരത നിലനിർത്തിയ ഏക രാജ്യം നമ്മുടേതാണ്. ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം. ഇത്രയും ജനസംഖ്യ കൂടുതൽ നമ്മൾ പറയുന്നു, പക്ഷേ അത്രമാത്രം ഒരു പ്രൊഡക്ടിവിറ്റി നമ്മൾ ഇവിടുന്ന് ഓരോ മെമ്പറിൻ്റെ കയ്യിൽ നിന്നും ഉണ്ടാകുന്നില്ലേ? അതൊരു അസറ്റല്ലേ? അത് അസറ്റാണ്. അത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്വാഭാവികമായ മാൻ പവർ. ഇപ്പോൾ ചൈനയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു വൻശക്തിയായി വരുന്നത് ഈ ഒരു മാൻ പവറിൻ്റെ അടിസ്ഥാനമാണ്, ബേസ് അതാണ്. അതെ, ആ മാൻ പവർ പൂർണ്ണമായും അപ്പോൾ ഒരു രാഷ്ട്രീയ വിജയമാണോ അത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു? അല്ല, അങ്ങനെയാണെങ്കിൽ 11 വർഷം മുമ്പ് അതുണ്ടാവണ്ടേ? മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതല്ലേ അഴിമതിയും കെടുകാര്യസ്ഥതയും. അഴിമതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ അവർക്ക്. അപ്പോൾ രാജ്യത്തിൻ്റെ വളർച്ച എങ്ങനെ നിന്നു? 11 വർഷത്തിന് ഇപ്പുറം രാജ്യത്തിൻ്റെ വളർച്ച എങ്ങനെ നിൽക്കുന്നു നമ്മൾ നേരിട്ട് കാണുകയില്ലേ? തീർച്ചയായും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള വികസനം. അതുകൊണ്ടാണ് ഞങ്ങളെന്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ത് പറഞ്ഞത്? വികസിത കേരളം. 20 സംസ്ഥാനങ്ങളിൽ നിന്ന് BJP ഭരിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇനി മാറാത്തത് മാറുമെന്ന് അദ്ദേഹം പറയാൻ കാര്യം എന്താണ്? നിലവിൽ കേരളം മാറിയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്തുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ ഏറെ വിദ്യാസമ്പന്നം എന്ന് ഉള്ള ഒരു സംസ്ഥാനത്ത്, നല്ല രീതിയിൽ മനുഷ്യശേഷിയെ ഉപയോഗിക്കാൻ കഴിയുന്നൊരു സംസ്ഥാനത്ത് അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല. ഇവിടെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. വികസനത്തെക്കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാടില്ല. ആ ജനങ്ങളുടെ മുന്നിലാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി എന്ത് പറഞ്ഞത്? വികസിത കേരളം, മാറാത്തതിനി മാറും. ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ, അതായത് സത്വരമായി ഇടപെടുന്ന ഒരു മേഖല എന്തായിരിക്കും മണ്ഡലത്തിൽ? നിരവധി വിഷയങ്ങളുണ്ട്. ഒന്ന്, അവിടുത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് തന്നെയുണ്ട്. രോഗികൾക്ക് വേണ്ട ചികിത്സാ സൗകര്യം അവിടെ ഇല്ല. ചാത്തന്നൂർ സ്പിന്നിംഗ് മില്ല് അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഏറ്റവും പ്രധാന വ്യവസായശാലയായി മാറേണ്ടതാണ്. അതുപോലെ ചാത്തന്നൂർ താലൂക്ക് രൂപീകരണമുണ്ട്. ടൂറിസം മേഖലയിലെ സാധ്യതകളുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. ഞാൻ 4 എണ്ണം എടുത്തൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ റോഡുകളുടെ കാര്യമുണ്ട്, കുടിവെള്ള പ്രശ്നമുണ്ട് മണ്ഡലത്തിൽ. ഇതടക്കം ഒരുപാട്. ഇതെല്ലാം നമ്മൾ തുല്യ പ്രാധാന്യത്തിൽ പോകേണ്ടതാണ്. ഇതിനു വേണ്ടിയുള്ള ഒരു ശബ്ദമായിരിക്കും നിയമസഭയിൽ ചാത്തന്നൂരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ നടത്തുക. സമ്മിശ്ര പ്രതികരണമുള്ള സ്വഭാവമുള്ള ഒരു നല്ലൊരു നിയമസഭ നമുക്ക് ഉണ്ടാകാൻ കഴിയട്ടെ. അതിനു വേണ്ടുന്നുള്ള എല്ലാ പിന്തുണയും ചാത്തന്നൂരിൻ്റെ MLA ആയ BB ഗോപകുമാറിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. എല്ലാവിധ ആശംസകളും ഈ ഒരു സമയത്ത് അർപ്പിക്കുകയാണ്, നേരുകയാണ്. നമസ്കാരം. നമസ്കാരം.